നമസ്കാരം. ദശാബ്ദങ്ങളായി പടിഞ്ഞാറൻ രാജ്യങ്ങളും ഇസ്രയേലും ഇറാനെതിരെ ഉയർത്തിയിരുന്ന പ്രധാന ആരോപണം അവരുടെ ആണവ പരിപാടികളെക്കുറിച്ചുള്ളതായിരുന്നു. ഇറാൻ്റെ കൈകളിൽ ആണവായുധം എത്തുന്നത് ലോകക്രമത്തെ തകിടം മറിക്കുമെന്നും ആഗോള എണ്ണവാതക വിപണിയെയും സാമ്പത്തിക സുരക്ഷയെയും അത് ഗുരുതരമായി ബാധിക്കുമെന്നായിരുന്നു പ്രധാന ആശങ്ക. എന്നാൽ ആണവ പരീക്ഷണശാലകളിലും മിസൈൽ താവളങ്ങളിലും ബോംബുകൾ വർഷിച്ച് ഇറാനെ തളയ്ക്കാൻ ശ്രമിച്ച ലോകശക്തികൾ ഇപ്പോൾ അപ്രതീക്ഷിതമായ മറ്റൊരു വെല്ലുവിളിയാണ് നേരിടുന്നത്. ഇറാൻ കണ്ടെത്തിയ പുതിയ ആണവായുധം മിസൈലുകളല്ല, മറിച്ച് ഹോർമുസ് കടലിടുക്കാണ്. ലോകത്തെ അസംസ്കൃത എണ്ണ വിപണിയുടെ 20% നിയന്ത്രിക്കുന്ന ഈ തന്ത്രപ്രധാനമായ ജലപാതയെ ഒരു ആയുധമായി ഉപയോഗിച്ച് ശാരീരികമായ നാശനഷ്ടങ്ങൾ കൂടാതെ തന്നെ ലോക സമ്പദ് വ്യവസ്ഥയെ സ്തംഭിപ്പിക്കുവാൻ ഇറാന് കഴിയുന്നു എന്നത് വരാനിരിക്കുന്ന വലിയൊരു യുദ്ധതന്ത്രത്തിൻ്റെ സൂചനയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇറാനിലെ ഇസ്ഫഹാൻ, നദാൻസ്, ഫോർഡോ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ സൈനിക ആക്രമണങ്ങൾ ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷിയെ താൽക്കാലികമായി തകർക്കാൻ സഹായകമായിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇറാൻ്റെ ആണവ മിസൈൽ ശേഷിയിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആ രാജ്യത്തിൻ്റെ തന്ത്രപരമായ കരുത്ത് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഇറാൻ ഡിസ്റപ്ഷൻ അഥവാ തടസ്സപ്പെടുത്തൽ എന്ന തന്ത്രം പയറ്റുന്നത്. യഥാർത്ഥ ആണവായുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയാനകമായ വിനാശമോ റേഡിയേഷൻ ദുരന്തങ്ങളോ ഇറാൻ ഈ രീതിയിൽ നേരിടുന്നില്ല. പകരം ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഭീഷണികൾ മുഴക്കുകയോ ആക്രമണം നടത്തുകയോ മാത്രം ചെയ്താൽ മതി. ഇത് ഇൻഷുറൻസ് കമ്പനികളെയും കപ്പൽ ഉടമകളെയും ഭയപ്പെടുത്തുവാനും അതുവഴി ചരക്ക് നീക്കത്തിൻ്റെ നിരക്കുകൾ കുതിച്ചുയർത്തുവാനും കാരണമാകും. ഫലത്തിൽ ഒരൊറ്റ വെടി ഉതിർക്കാതെ തന്നെ എണ്ണവില $110 മുകളിൽ എത്തിക്കാനും ആഗോള വിപണിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനും ഇറാന് കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ ഭരണകൂടം ഈ മാറ്റം തിരിച്ചറിഞ്ഞത് അല്പം വൈകിയാണെന്ന് പറയാം. ഇറാൻ്റെ ആണവശേഷി കുറയ്ക്കുന്നതിലുപരി ഹോർമുസ് കടലിടുക്കിൻ്റെ മേലുള്ള നിയന്ത്രണം ഉറപ്പാക്കുകയാണ് ഇപ്പോൾ അമേരിക്കയുടെ മുൻഗണന. ഈ തിരിച്ചറിവാണ് ട്രംപ് ഭരണകൂടത്തെ ഒരു നാവിക ഉപരോധത്തിലേക്ക് നയിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിനും അറബിക്കടലിനുമിടയിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നിലയുറപ്പിക്കുന്നത് വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് ആ മേഖലയുടെ ഉടമസ്ഥാവകാശം പരോക്ഷമായി ഏറ്റെടുക്കാനുള്ള ശ്രമമാണ്. ടാങ്കറുകളിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന ട്രംപിൻ്റെ പ്രസ്താവന ഈ ഉടമസ്ഥാവകാശത്തിൻ്റെ ഭാഗമാണ്. തങ്ങൾ കടൽ യാത്രയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു കാവൽക്കാരനാണെന്ന് വരുത്തി തീർക്കുവാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ അത് ഒരു ദീർഘകാല യുദ്ധത്തിൻ്റെ തുടക്കത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത്തരമൊരു സാഹചര്യം അമേരിക്കയ്ക്ക് നൽകുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. സെൻട്രൽ കമാൻഡിൻ്റെ കീഴിലുള്ള വിമാനവാഹിനി കപ്പലുകൾക്ക് അവിടെ സ്ഥിരമായി തമ്പടിക്കേണ്ടി വരുന്നത് അമേരിക്കയുടെ ആഗോള സൈനിക വിന്യാസത്തെ ബാധിക്കും. മറ്റ് തന്ത്രപ്രധാനമായ പാതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അമേരിക്കയുടെ ശേഷിയെ ഇത് പരിമിതപ്പെടുത്തും. കൂടാതെ ഇറാൻ നടപ്പിലാക്കുന്ന ഡ്രോൺ ആക്രമണങ്ങളും ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ഗറില്ല യുദ്ധമുറകളും അമേരിക്കൻ നാവികസേനയെ വലിയൊരു യുദ്ധഭൂമിയിൽ തളച്ചിടും. ഒരു വശത്ത് ചൈനയുടെ വിപുലമായ നാവികശേഷിയും മറുവശത്ത് ഇറാൻ്റെ ഇത്തരം അപ്രതീക്ഷിത ആക്രമണങ്ങളും ചേർന്ന് ലോകത്തെ 5 പ്രധാന കടലിടുക്കുകളെ കേന്ദ്രീകരിച്ചുള്ള 5 സ്ട്രെയ്റ്റ്സ് ട്രാപ്പ് അഥവാ വലിയൊരു ചതിക്കുഴിയിലേക്ക് അമേരിക്കയെ നയിക്കുന്നു. ഈ സംഘർഷം എങ്ങനെ അവസാനിക്കുമെന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കണമെങ്കിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക ചെലവും സൈനിക ഇടപെടലുകളും ആവശ്യമാണ്. പുതിയ പൈപ്പ് ലൈനുകൾ നിർമ്മിക്കുക, ബദൽ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കുക തുടങ്ങിയവയാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി അമേരിക്ക കാണുന്നത്. എന്നാൽ ഇത്തരം പദ്ധതികൾ പൂർത്തീകരിക്കാൻ കോടിക്കണക്കിന് ഡോളറും നീണ്ട കാലയളവും ആവശ്യമാണ്. ആഗോളതലത്തിൽ ഊർജ്ജ സുരക്ഷ അപകടത്തിലാകുന്ന സാഹചര്യത്തിൽ ഇറാൻ ഉയർത്തുന്ന ഒരു വെല്ലുവിളി കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല. തങ്ങളുടെ ആണവ പദ്ധതികൾക്ക് തിരിച്ചടി ലഭിച്ചാലും ഹോർമുസ് എന്ന വലിയ ആയുധം കൈവശമുള്ളപ്പോൾ ഇറാൻ ഒരിക്കലും പതറില്ലെന്ന് ഈ സംഭവങ്ങൾ അടിവരയിടുന്നു. വരും കാലങ്ങളിൽ ആയുധങ്ങളുടെ എണ്ണത്തേക്കാൾ ഉപരിയായി തന്ത്രപ്രധാനമായ പാതകളുടെ നിയന്ത്രണം ആർക്കാണോ അവരുടെ കൈകളിലായിരിക്കും ലോകത്തിൻ്റെ നിയന്ത്രണം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങൾ. ലോകത്തെ ഊർജ്ജ വിപണിയുടെ ജീവനാഡി എന്ന് വിശേഷിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് ഇന്ന് ഭൗമ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം പോലെയുള്ള അതീവ നിർണായകമായ വസ്തുക്കൾ എവിടെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നത് ലോക രാജ്യങ്ങളെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും ഒരുപോലെ അലട്ടുന്ന വലിയൊരു ചോദ്യമാണ്. ഹോർമുസ് കടലിടുക്കിൻ്റെ ആഴങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ തീരപ്രദേശങ്ങളിലെ ഭൂഗർഭ അറകളിലോ ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ ഇറാൻ ഒളിപ്പിച്ചിട്ടുണ്ടാകുമോ എന്ന സാധ്യത
ഗൗരവകരമായി തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ്. അങ്ങേയറ്റം സങ്കീർണമായ കടലിടുക്കാണ് ഹോർമുസ് എന്നതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കം ഇറാൻ നടത്തുന്നുണ്ടോ എന്നത് സൈനിക വിദഗ്ധർക്കിടയിൽ പോലും വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇറാൻ ചരിത്രപരമായി തന്നെ തങ്ങളുടെ ആണവ പദ്ധതികളെയും സൈനിക കേന്ദ്രങ്ങളെയും അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചു പോരുന്നത്. നതാൻസ്, ഫോർഡോ തുടങ്ങിയ കേന്ദ്രങ്ങൾ പർവ്വതനിരകൾക്കുള്ളിൽ ആഴത്തിൽ കുഴിച്ചെടുത്ത് നിർമ്മിച്ചവയാണ്. ഇത്തരം കേന്ദ്രങ്ങൾക്ക് പുറമെ ആണവ വസ്തുക്കളെ കണ്ടെത്താൻ കഴിയാത്ത വിധം സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. ഹോർമുസ് കടലിടുക്ക് വരുമ്പോൾ അവിടുത്തെ ഭൗമഘടനയും സമുദ്രത്തിലെ ആഴവും പലപ്പോഴും ഇത്തരം രഹസ്യ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമാണെന്ന ഒരു തോന്നൽ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം കടലിനടിയിൽ സൂക്ഷിക്കുക എന്നത് സാങ്കേതികമായി അത്യന്തം ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. റേഡിയേഷൻ ചോർച്ചകൾ ഉണ്ടാകാതെ ഇത്തരം വസ്തുക്കൾ ദീർഘകാലം സമുദ്രത്തിനടിയിൽ സൂക്ഷിക്കുക എന്നത് വെല്ലുവിളിയാണ്. മാത്രവുമല്ല, ഹോർമുസ് കടലിടുക്ക് എന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കപ്പെടുന്ന ജലപാതകളിൽ ഒന്നായതുകൊണ്ട് തന്നെ അത്യാധുനികമായ സെൻസറുകളും അന്തർവാഹിനികളും ഉപയോഗിച്ച് അമേരിക്കയും സഖ്യകക്ഷികളും ഈ ഭാഗം നിരന്തരമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കടലിടുക്കിൻ്റെ ആഴങ്ങളിൽ ഒളിപ്പിക്കുക എന്നതിനേക്കാൾ ഇറാൻ പയറ്റാൻ സാധ്യതയുള്ള തന്ത്രം ഹോർമുസിൻ്റെ തീരപ്രദേശങ്ങളിൽ തങ്ങൾക്കുള്ള ബങ്കറുകളിലേക്ക് ഈ വസ്തുക്കളെ മാറ്റിപ്പാർപ്പിക്കുക എന്നതാണ്. ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണെന്ന അഹങ്കാരത്തോടെ ഇറാൻ സംസാരിക്കുമ്പോൾ ആ നിയന്ത്രണത്തിൻ്റെ മറവിൽ തങ്ങളുടെ ഏറ്റവും വലിയ സൈനിക കരുത്തായ ആണവ വസ്തുക്കളെ സംരക്ഷിക്കുവാൻ അവർക്ക് എളുപ്പത്തിൽ സാധിക്കും. കടലിടുക്കിൻ്റെ തീരത്ത് വളരെ വേഗത്തിൽ ആയുധങ്ങൾ വിന്യസിക്കുവാനും അതേസമയം അന്താരാഷ്ട്ര പരിശോധനകളിൽ നിന്ന് ഒളിച്ചോടുവാനും ഇത്തരമൊരു തന്ത്രത്തിലൂടെ ഇറാൻ ശ്രമിച്ചേക്കാം. ഒരുപക്ഷെ യുറേനിയം നേരിട്ട് കടലിൽ ഒളിപ്പിക്കുകയല്ല, മറിച്ച് കടലിടുക്കിന് ചുറ്റുമുള്ള അതിശക്തമായ സൈനിക വിന്യാസത്തിന് നടുവിൽ ഈ വസ്തുക്കളെ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നതാണ് ഇറാൻ ചെയ്യുന്ന തന്ത്രം. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ആ പ്രദേശത്തേക്ക് ഒരു സൈനിക ആക്രമണം നടത്താൻ അമേരിക്കയോ മറ്റ് രാജ്യങ്ങളോ മുതിർന്നാൽ അത് ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം സ്തംഭിപ്പിക്കുവാനും ആഗോള ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിക്കാനും ഇറാൻ ആയുധമാക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് വെറുമൊരു ഭൂമിശാസ്ത്രപരമായ അതിരല്ല, മറിച്ച് ഇറാൻ തങ്ങളുടെ ആണവ സ്വപ്നങ്ങൾക്ക് തീർത്ത ഒരു സുരക്ഷാ കവചമാണ്. ആണവ വസ്തുക്കൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഏത് രാജ്യത്തിനും ഇറാൻ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഹോർമുസ് കടലിടുക്ക് എന്ന ആയുധം ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ അവർ പ്രതിസന്ധിയിലാക്കും. ഈ ഒരു ഭീഷണി നിലനിൽക്കെ ആണവ വസ്തുക്കളുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കുക എന്നത് അങ്ങേയറ്റം സാഹസികമായ ഒന്നായി മാറിയിരിക്കുകയാണ്. സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെയോ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളിലൂടെയോ മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഇന്ന് അപര്യാപ്തമാണ്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളെ എങ്ങനെ ഹോർമുസിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നു എന്നത് ലോകം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ചുരുക്കത്തിൽ, ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഹോർമുസിൻ്റെ ആഴങ്ങളിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുവാൻ ഇന്ന് ഒരു രാജ്യത്തിനും സാധിക്കില്ല. എങ്കിലും ഹോർമുസ് കടലിടുക്ക് എന്ന തന്ത്രപ്രധാനമായ ഈ മേഖലയെ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾക്കുള്ള ഒരു തന്ത്രപരമായ മറയായി ഉപയോഗിക്കുന്നു എന്നത് നിസ്തർക്കമായ കാര്യമാണ്. ആണവ പദ്ധതികൾ പർവ്വതങ്ങൾക്കുള്ളിലും കടലിടുക്കിൻ്റെ തണലിലും സുരക്ഷിതമാണെന്ന് ഇറാൻ ഉറപ്പുവരുത്തുമ്പോൾ ആഗോള ശക്തികൾക്ക് മുന്നിലുള്ള വെല്ലുവിളി കൂടുതൽ സങ്കീർണമാകുന്നു. ഹോർമുസ് കടലിടുക്ക് കേവലം എണ്ണ ടാങ്കറുകൾ സഞ്ചരിക്കുന്ന വഴിയല്ല, മറിച്ച് മധ്യപൂർവേഷ്യയിലെ ആണവ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗധേയം നിർണ്ണയിക്കുന്ന കേന്ദ്രമായി മാറിയിരിക്കുന്നു. വരും കാലങ്ങളിൽ ഇറാൻ എന്ത് നീക്കമാണ് നടത്തുന്നതെന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ ഹോർമുസ് കടലിടുക്ക് തന്നെയായിരിക്കും ആ നീക്കങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.